പ്രധാന വാതിലിന് ദ്വാരവേദം സംഭവിച്ചാൽ ഗൃഹനാഥന് ദോഷം. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആശ്വാസന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എന്ന് പറയാറുണ്ട്. എന്താണ് ദ്വാരവേദം? നമ്മളുടെ പ്രധാന വാതിലിന്റെ നേർക്ക് സിറ്റൗട്ടിന്റെ തൂണുകളാകാം, പോർച്ചിന്റെ തൂണുകളാകാം, ഗേറ്റിന്റെ തൂണുകളാകാം. ഇവ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ പ്രധാന വാതിലിന്റെ സെൻട്രൽ വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥന് അപകടങ്ങളോ ഉദരരോഗ സാധ്യതകളോ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പ്രധാന വാതിലിന്റെ സെൻട്രലിലേക്ക് മധ്യഭാഗത്ത് വന്ന് ഇറങ്ങത്തക്ക രീതിയിൽ സ്റ്റെയർ കേസുകൾ സ്ഥാപിക്കുന്നതും ഒരു പരിധിവരെ വേദദോഷമായി പരിഗണിക്കാം. ഇങ്ങനെയുള്ള രീതിയിൽ പ്രധാന വാതിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രധാന വാതിലിന്റെ മധ്യഭാഗത്തായി തൂണുകളോ പില്ലറുകളോ സ്റ്റെയർ കേസോ വന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ ഒരു പരിധിവരെ വേദദോഷമായി കണക്കാക്കാം. പ്രധാന വാതിലിന് ദ്വാരവേദം വന്നാൽ ഗൃഹനാഥന് അപകട രോഗ മരണ സാധ്യതകൾ ഉള്ളതായി കണ്ടുവരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ആ ദ്വാരവേദം എന്താണോ ആ വേദമായി ഭവിച്ചിരിക്കുന്നത് ആ സ്ട്രക്ചർ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുക. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ പ്രധാന വാതിൽ ഉചിതമായ സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റി സ്ഥാപിച്ചാലും മതി. ഒന്നുകിൽ ആ തടസ്സമായി നിൽക്കുന്ന വേദമായി നിൽക്കുന്ന സ്ട്രക്ചർ, തൂണുകളോ പില്ലറുകളോ അത് മാറ്റി സ്ഥാപിക്കുക. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ പ്രധാന വാതിൽ മാറ്റി സ്ഥാപിക്കുക. അതുപോലെ പ്രധാന വാതിലിന് നേർക്ക് ചില ഘട്ടങ്ങളിൽ കിണറുകൾ വരാറുണ്ട്. അതിനെ കൂപവേദം എന്നാണ് പറയപ്പെടുന്നത്. പ്രധാന വാതിലിന് നേർക്ക് കിണർ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂപവേദം എന്നാണ് പറയുന്നത്. അവിടെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉദരരോഗം വരുവാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ വീട് നിർമ്മിക്കുമ്പോൾ പ്രധാന വാതിലിന് നേർക്ക് കിണറുകളോ കുഴികളോ ജലാശയങ്ങളോ വരാത്ത രീതിയിൽ സ്ഥാപിക്കുക. ഇനി അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കിണറൊന്നും നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റാത്തതിനാൽ വേണമെങ്കിൽ വീടിന്റെ പ്രധാന വാതിലിന്റെ കട്ടള വയ്ക്കുവാൻ ഉചിതമായ സ്ഥാനം ഉണ്ട് എങ്കിൽ കട്ടള മാറ്റി സ്ഥാപിക്കുക. അല്ലെങ്കിൽ പ്രധാന വാതിലിനെയും കട്ടളയുടെയും പ്രധാന വാതിലിനും കിണറിനും ഇടയിൽ കിണറോ മറ്റ് ജലാശയങ്ങളോ ഉണ്ട് എങ്കിൽ അതിനിടയിൽ മതിൽ സ്ഥാപിച്ചോ അല്ലെങ്കിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഒരു മറവ് സൃഷ്ടിച്ചുകൊണ്ടോ അതിൻ്റെ ദോഷം നമുക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ വീടിന് ഇതുപോലെ എന്തെങ്കിലും വേദദോഷം, അതായത് പില്ലറുകളോ തൂണുകളോ പ്രധാന വാതിലിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉത്തമനായ ഒരു വാസ്തു വിദഗ്ധൻ്റെ സേവനം തേടുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം യഥാവിധി മാറ്റിസ്ഥാപിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റിസ്ഥാപിച്ച് ദോഷം ഒഴിവാക്കുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.